Welcome to Leeds College online class, Geography, Chapter 4, By the Hands of the Nature. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ചാപ്റ്റർ തുടങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് ജിയോമോർഫിക് പ്രോസസ്, ജിയോമോർഫിക് ഏജൻറ്റ്സ്, ഗ്ലാസിയേഴ്സ്, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇറോഷൻ, ഡിപ്പോസിഷൻ, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ നോക്കാം. ജിയോമോർഫിക് പ്രോസസ്, the process that help in the formation of landforms are called geomorphic process. The process that help in the formation of new landforms are called geomorphic process. പുതിയ ഭൂരൂപങ്ങൾ ഉണ്ടാവുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ജിയോമോർഫിക് പ്രോസസ് എന്ന് പറയുന്നത്. Varied landforms are created by the continuous process carried out by external agencies like running water, wind, glaciers, sea waves, etc. Hence, these agencies are called geomorphic agencies. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിലെ മൊത്തത്തിൽ ഈ റണ്ണിങ് വാട്ടർ, വിൻഡ്, ഗ്ലാസിയേഴ്സ്, സീ വേവ്സ്, ഈ ജിയോമോർഫിക് ഏജൻസ് ഉണ്ടാക്കുന്ന ന്യൂ ലാൻഡ് ഫോംസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ അവസാനം വരെ, ഈ ചാപ്റ്ററിൻ്റെ അവസാനം വരെ ഈ റണ്ണിങ് വാട്ടർ, വിൻഡ്, ഗ്ലാസിയേഴ്സ്, സീ വേവ്സ് ഇവരുണ്ടാക്കുന്ന ലാൻഡ് ഫോംസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവർ, അതായത് റണ്ണിങ് വാട്ടർ, വിൻഡ്, ഗ്ലാസിയേഴ്സ്, സീ വേവ്സ് എന്നിവ അറിയപ്പെടുന്നതാണ് എന്ത് പേരിൽ? ജിയോമോർഫിക് ഏജൻസ് എന്ന് പറയുന്നത്. ജിയോമോർഫിക് ഏജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് പുതിയ ലാൻഡ് ഫോംസ് ഉണ്ടാക്കുന്ന, ക്രിയേറ്റ് ചെയ്യുന്ന ഏജന്റുകളാണ്. അത്തരം ഏജന്റുകളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ജിയോമോർഫിക് ഏജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഫസ്റ്റ് റണ്ണിങ് വാട്ടർ ലാൻഡ് ഫോംസ് ആണ്. റണ്ണിങ് വാട്ടർ ലാൻഡ് ഫോംസ് സാധാരണഗതിയിൽ നമ്മുടെ നദികളൊക്കെ അല്ലേ, നദികളൊക്കെ ഇവിടെ നിന്ന് തുടങ്ങാറ് വലിയ ഹൈ ആൾട്ടിറ്റ്യൂഡ്സ്. റിവേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ദീസ് സ്പ്രിങ്സ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്. Rills formed by rainwater were joined together from streams. A river develops through the merging of numerous streams. The place of origin of a river is called its source. അതായത് നദി തുടങ്ങുന്ന ഘട്ടത്തിന്, ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് എന്ത്? സോഴ്സ് എന്ന് പറയാം, സോഴ്സ്. ആൻഡ് ദ പ്ലേസ് അറ്റ് വിച്ച് ഇറ്റ് ഡിസ്ചാർജ് ഇൻ ടു ദ സീ ഓർ അതർ വാട്ടർ ബോഡീസ് ഈസ് കോൾഡ് ദ റിവർ മൗത്ത്. അപ്പോൾ തുടങ്ങുന്ന സ്ഥലത്തെ സോഴ്സ് എന്ന് പറയുന്നു. അതിങ്ങനെ ഒഴുകിയിട്ട് എന്ത് ചെയ്യുന്നു? അതിങ്ങനെ ഒഴുകിയിട്ട് അത് മറ്റൊരു വാട്ടർ ബോഡീസിലേക്ക് പോകുന്നു അല്ലേ, ചെന്ന് ചേരുന്നു, സമുദ്രത്തിലേക്ക് ചെന്ന് ചേരുന്ന ഭാഗത്തെയാണ് എന്ത് വിളിക്കുന്നത്? റിവർ മൗത്ത് എന്ന് വിളിക്കുന്നത്, റിവർ മൗത്ത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി സം ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ ഫ്ലോ ഓഫ് എ റിവർ. ഫസ്റ്റ്, വോളിയം ഓഫ് വാട്ടർ. അതായത് നദിയുടെ ഒഴുക്കിനെ സ്വാധീനിക്കുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. റിവർ എന്ത് ചെയ്യുന്നു? അതിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫ്ലോ ഓഫ് എ റിവറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. ഫസ്റ്റ്, വോളിയം ഓഫ് വാട്ടർ. ഫസ്റ്റ് ഫാക്ടർ, വോളിയം ഓഫ് വാട്ടർ. സെക്കൻഡ്, റോക്ക് സ്ട്രക്ചർ. റോക്ക് സ്ട്രക്ചർ മീൻസ് ശിലാഘടനയാണ്. അത് ഒഴുകി വരുന്ന, ഉയർന്ന സ്ഥലത്ത് നിന്നൊക്കെ ഒഴുകി വരികയാണ്, നല്ല സ്പീഡ് ഉണ്ടാവും അല്ലെ വെള്ളത്തിന്. റോക്ക് സ്ട്രക്ചർ. തേർഡ്, സ്ലോപ്പ് ഓഫ് ദി ടെറൈൻ. സ്ലോപ്പ് ഓഫ് ദി ചെരുവ് അല്ലേ, ആ പ്രദേശത്തിൻ്റെ ചെരുവ്. സ്ലോപ്പ് ഓഫ് ദി ടെറൈൻ. ആൻഡ് എമൗണ്ട് ഓഫ് സെഡിമെന്റ്സ്. അപ്പോൾ സെഡിമെന്റ്സ് കൂടുതലുള്ള സ്ഥലത്ത് എന്ത് ചെയ്യും? സ്പീഡ് കുറയും. ഈ കൂടുതൽ വോളിയം ഓഫ് വാട്ടർ വലിയൊരു ഫാക്ടറാണ്. കൂടുതൽ വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും? അതിന് സ്പീഡ് കുറയും. അതേപോലെ തന്നെ റോക്ക് സ്ട്രക്ചർ, ശിലാഘടന. അപ്പോൾ ശിലകളിലൂടെ ഒഴുകുന്ന സമയത്ത് എന്ത് ചെയ്യും? പാറകളിലൊക്കെ ഒഴുകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതിന് സ്പീഡ് കൂടും. അപ്പോൾ ഈ ഫാക്ടേഴ്സ്, ഇപ്പോൾ റിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തെ സോഴ്സ് എന്ന് പറയുന്നു, സ്റ്റോപ്പ് ചെയ്യുന്ന ഭാഗത്തെ റിവർ മൗത്ത് എന്ന് പറയുന്നു. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ ഫ്ലോ ഓഫ് എ റിവർ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ: വോളിയം ഓഫ് വാട്ടർ, റോക്ക് സ്ട്രക്ചർ, എമൗണ്ട് ഓഫ് സെഡിമെന്റ്സ് ആൻഡ് സ്ലോപ്പ് ഓഫ് ദി ടെറൈൻ. ഇനി നമ്മുടെ റിവർ, സാധാരണ റിവർ ഞാൻ നേരത്തെ പറഞ്ഞു, ഉയർന്ന സ്ഥലത്ത് നിന്ന് ഒഴുകിയിട്ട് എവിടെ വന്ന് ചേരും? വാട്ടർ ബോഡീസിലേക്ക് ചേരും അല്ലേ. അപ്പോൾ ഈ ഉയർന്ന സ്ഥലത്ത്, ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് നിന്ന് റിവർ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മൗത്തിൽ എൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ റിവറിനെ നമുക്ക് എന്ത് ചെയ്യാം?
3 parts ആക്കി മാറ്റാം. The course of a river can generally be divided into 3 stages based on the difference in slope from its source of mouth. First, upper course, second middle course, and third lower course. First upper course, middle course, and lower course. Upper course means, upper course is that part of a river where it rapidly flows down along steep slopes from the place of origin. സാധാരണയായിട്ട് ഏറ്റവും ഉയർന്ന ഭാഗം അല്ലേ, ഞാൻ വരച്ചിട്ടുള്ള അതേപോലെ ഉയർന്ന ഭാഗത്ത് വളരെ സ്പീഡ് കൂടുതലായിരിക്കും ആർക്ക്, ഈ റിവറിന് വളരെ സ്പീഡ് കൂടുതലായിരിക്കും. ഉയർന്ന ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്നാണല്ലോ, ഉയർന്ന സ്ഥലത്തു നിന്നാണല്ലോ ഇത് ഉത്ഭവിക്കുന്നത്. ഇപ്പോൾ ഫീച്ചേഴ്സ്, അപ്പർ കോഴ്സ് ഫീച്ചേഴ്സ്, പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് ദി റിവർ. ഫസ്റ്റ് പോയിന്റ്, പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് ദ റിവർ. അതായത് നമുക്കറിയാം ഈ റിവർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. സെക്കൻഡ്, റിവേഴ്സ് ഫ്ലോ ത്രൂ സ്റ്റീപ്പ് സ്ലോപ്സ്. കുത്തനെയുള്ള ചെരുവിലൂടെ ഒഴുകുക അല്ലേ. സാധാരണയായിട്ട് വലിയ കുന്നിൻ പ്രദേശത്തൊക്കെ ആണല്ലോ എന്തുത്ഭവിക്കുക, റിവർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത്തരം സ്ഥലത്ത് എന്തായിരിക്കും, സ്റ്റീപ്പ് സ്ലോപ്സ് ആയിരിക്കും. റിവേഴ്സ് ഫ്ലോസ് ത്രൂ സ്റ്റീപ്പ് സ്ലോപ്സ്, ഇൻറ്റൻസ് റേറ്റ് ഓഫ് ഇറോഷൻ. വലിയ തോതിൽ എന്ത് ചെയ്യുന്നു, ഇറോഷൻ ഉണ്ടാവുന്നു അല്ലേ. ഇറോഷൻ ഉണ്ടാവുന്നു, അതായത് സെഡിമെന്റ്സ്, റോക്ക് പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു അല്ലേ. ഇറോഷൻ ഉണ്ടാവുന്നു. നമുക്ക് സാധാരണയായിട്ട് ഒഴുകുന്ന സമയത്ത് എന്ത് ചെയ്യും, കുത്തനെയുള്ള ചെരുവിലൂടെ ഒഴുകുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു, അവിടുന്ന് ഈ നദിയെല്ലാം തോട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ വെള്ളം എന്ത് ചെയ്യുന്നു, എല്ലാത്തിനും ഒഴുകിക്കൊണ്ട് വരിക. അപ്പം ഇൻറ്റൻസ് റേറ്റ് ഓഫ് ഇറോഷൻ. ആൻഡ് നെക്സ്റ്റ്, നോ ഡിപ്പോസിഷൻ. ഡിപ്പോസിറ്റ് ചെയ്യുന്നില്ല ഒന്നും എവിടെയും. ഡിപ്പോസിഷനൊക്കെ താഴ്ഭാഗത്തേക്കാണ്. അതാ ഇതിലെ വരിക, മിഡിൽ കോഴ്സിലും ലോവർ കോഴ്സിലും ഒക്കെ. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അപ്പർ കോഴ്സിൽ ഡിപ്പോസിഷൻ ഇല്ല, നോ ഡിപ്പോസിഷൻ. ലാൻഡ് ഫോംസ് സച്ച് വാലീസ്, വാട്ടർഫാൾ ആർ സീൻ. വാലീസ് ഉണ്ടാവുന്നു അല്ലേ. എന്തൊക്കെ ഉണ്ടാവുന്നത്, വി ഷേപ്ഡ് വാലീസ് ആൻഡ് വാട്ടർഫാൾസ്. പൊതുവെ സാധാരണയായിട്ട് എന്ത് കാണപ്പെടുന്നു, 2 types of landforms. First, V-shaped valley. Second, waterfalls. V-shaped valleys and waterfalls. Upper course landforms, V-shaped valleys and waterfalls. Next, middle course. Middle course features. Middle course is that stage of the river where it flows through rapidly sloping foothills. സാധാരണയായിട്ട് ഇത് ഈ മിഡിൽ കോഴ്സ് എന്ന് പറയുന്നത് ഉയർന്ന സ്ഥലത്ത് നിന്ന് വരുന്നതിനെ അപ്പർ കോഴ്സ് എന്ന് പറയുന്നു. മിഡിൽ കോഴ്സ് എന്ന് പറയുന്നത് അടിവാരത്തുകൂടെ ഒഴുകുക, താഴ്ഭാഗത്തുകൂടെ ഒഴുകുക, ആ മിഡിൽ കോഴ്സ് എന്ന് പറയുന്നത്. ആസ് ദ വെലോസിറ്റി ഓഫ് ദി ഫ്ലോ ഡിക്രീസസ്, സ്പീഡ് വളരെ കുറച്ച് കുറവായിരിക്കും. ദ ഇന്റൻസിറ്റി ഇറോഷൻ ഡിക്ലൈൻസ് ആൻഡ് ഡിപ്പോസിഷൻ ബിഗിൻസ്. ഫ്ലോ ത്രൂ മിഡിൽ സ്റ്റേജ് ഓർ മിഡിൽ കോഴ്സ് ഫീച്ചേഴ്സ്. ഫസ്റ്റ് ഫീച്ചർ, ഫ്ലോ ത്രൂ ദ ഫുഡ് ഹിൽസ്. അടിവാരത്ത് കൂടെ ഒഴുകുന്നത്. ഇതിലൂടെ ഒഴുകുന്നു, അടിവാരത്ത് കൂടെ ഒഴുകുന്നു. ഫ്ലോസ് ത്രൂ ദ ഫുഡ് ഹിൽസ് ആൻഡ് ബോത്ത് ഇറോഷണൽ ആൻഡ് ഡിപ്പോസിഷണൽ പ്രോസസ് ആർ ആക്റ്റീവ്. ബോത്ത് ഇറോഷണൽ ആൻഡ് ഡിപ്പോസിഷണൽ പ്രോസസ്. ഇറോഷനും ഡിപ്പോസിഷനും എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇറോഷണൽ ആൻഡ് ഡിപ്പോസിഷണൽ പ്രോസസ് ആർ ആക്റ്റീവ്. അതായത് നദിയുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ നദി 2 ഭാഗത്തുള്ള അല്ലെ, സൈഡിലെയും അതേപോലെ തന്നെ താഴ്ഭാഗത്തുള്ളതൊക്കെ എന്ത് ചെയ്യും, അടിഭാഗമൊക്കെ എന്ത് ചെയ്യും, അങ്ങനെ കൂടുതലായിട്ട് എന്ത് ചെയ്യും, ഇറോഷന് വിധേയമാവും. അവിടെയൊക്കെ ഡിപ്പോസിറ്റും ചെയ്യാം അല്ലെ. മണൽ വരുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഡിപ്പോസിറ്റ് ചെയ്യാം. അത്ര സ്ഥലങ്ങളൊക്കെ ഈ മിഡിൽ കോഴ്സിലാണ് കൂടുതലായിട്ട് കാണപ്പെടാറ്. മിഡിൽ കോഴ്സ് ആൻഡ് ഫീച്ചേഴ്സ് സച്ച് ആസ് മിയാൻഡർ ആൻഡ് ഓക്സ്ബോ ലേക്സ് ആർ സീൻ. 2 types of landforms, meander and oxbow lakes. Meander and oxbow, 2 തരത്തിലെ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നു, meander and oxbow lakes. അപ്പോൾ മിഡിൽ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നെക്സ്റ്റ്, ലോവർ കോഴ്സ്. Lower course means, lower course is the stage where the rivers flow through the plains. ഏറ്റവും പ്ലെയിൻസ് കൂടെ ഒഴുകുന്നത്, പ്ലെയിൻസിലൂടെ ഒഴുകുന്നത്. ഇത് സമതല പ്രദേശത്തൂടെ ഏറ്റവും താഴ്ഭാഗത്തൂടെ ഒഴുകുന്നു നദിയിലേക്ക് ചേരാൻ വേണ്ടി. നദി എന്ത് ചെയ്യുന്നു, സമുദ്രത്തിലേക്കോ അല്ലേ മറ്റ് ജലാശയങ്ങളിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലത്ത്. ലോവർ കോഴ്സ് is the stage where the river flows through the plains
The rate of deposition will be higher due to this slow pace of river and the increase the amount of sediments during this stage. Features: flows through the plains and active depositional process. Depositional landforms such as flood plains and deltas are seen. Flood plains deltas are seen. പ്രധാനമായിട്ടും അല്ലേ നമ്മൾ ഇവിടെ കാണുന്നു ഈ ലോവർ കോസ്റ്റിൽ കാണപ്പെടുന്ന ലാൻഡ് ഫോംസ് ആണ് ഏതൊക്കെ? ഫ്ലഡ് പ്ലെയിൻസ് ആൻഡ് ഡെൽറ്റ. ഇപ്പം മിയാണ്ടർ, ഡെൽറ്റ, ഓക്സ്ബോലൈസ് ഇതൊക്കെ പുതിയ അല്ലേ പുതിയതായിട്ടുള്ള എന്താണ് ഒരു നെയിംസ് ആണ് അല്ലേ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റിവർ റൈറ്റ് ഫ്രം ദ സോഴ്സ് ടു ദ മൗത്ത്. The landforms created at different courses of a river are different in nature. Example: V-shaped valley and waterfalls. Upper course. Meander and oxbow lakes. Middle course. Floodplains and delta. Lower course. The landforms created at different courses of a river are different in nature. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് അല്ലേ ഇറോഷന്റെ ഭാഗമായിട്ടുള്ള ഇറോഷണൽ ലാൻഡ് ഫോംസും ഡിപ്പോസിഷന്റെ ഭാഗമായിട്ടുള്ള ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ആണ് നമുക്ക് പരിചയപ്പെടാനുള്ള ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വി ഷേപ്പ്ഡ് വാലീസ് മുതൽ ഡെൽറ്റ വരെ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ചിത്രങ്ങളടക്കം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് പോകാം. അതിനു മുമ്പ് സാധാരണയായിട്ട് റിവേഴ്സ് അല്ലേ നമ്മുടെ തോടോ അല്ലെങ്കിൽ സ്ട്രീം അല്ലെ അരുവികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ ഈ വെള്ളം ഒഴുകുന്ന എന്താണെങ്കിലും അത് രണ്ട് തരത്തിലാണ് എന്ത് ചെയ്യുന്നത് ഒഴുകിപ്പോകുന്നത്. വെള്ളം ഒഴുകുന്ന സമയത്ത് രണ്ട് തരത്തിലാണ് ഇറോഷണൽ പ്രോസസ്സ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതാ നമ്മളെ ഈ ഒഴുകുന്ന അടിഭാഗം എന്ത് ചെയ്യുന്നു ഒഴുകുന്ന അവിടെ ഒരു ചാല് പോലെ രൂപപ്പെടുന്നു. സെക്കൻഡ് എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ് സൈഡ് എടുത്ത് ഇങ്ങനെ പോകും അല്ലേ. നദി തീരം ഇടിയുന്നു എന്നൊക്കെ പിന്നെ വാർത്തകൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇറോഷൻ അല്ലെങ്കിൽ റണ്ണിങ് വാട്ടറിൻ്റെ ഇറോഷനെ നമ്മളൊരു പേര് പറയും. അതാണേത് കൊറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൊറേഷൻ വൺ ടൈപ്പ് ഓഫ് ഇറോഷൻ അതെന്താണെന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു റണ്ണിങ് വാട്ടറിൻ്റെ ഇറോഷൻ എന്ന് പറയുന്നത് മറ്റൊരു പ്രത്യേക ടൈപ്പാണ്, പ്രത്യേക രീതിയിലാണ്. എന്താണ് ഈ നദി ഒഴുകിപ്പോകുന്ന സമയത്ത് ഈ ബെഡിലും അല്ലേ അതായത് ഈ അടിത്തട്ടിലും അതേപോലെ സൈഡിലും റിവർ സൈഡിലും എന്ത് ചെയ്യുന്നു ഇറോഷണൽ പ്രോസസ്സ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇതിന് ഭാഗത്ത് എന്തുണ്ടാവുന്നുണ്ട് ഡിപ്പോസിഷൻ പ്രോസസ്സ് ഉണ്ടാവുന്നുണ്ട്. ഈ ഇവിടുന്ന് പോകുന്നതൊക്കെ ഇവിടെ പോയി ഡിപ്പോസിറ്റ് ചെയ്യും. ലോവർ കോസ്റ്റിലോ മിഡിൽ കോസ്റ്റിലോ ഡിപ്പോസിറ്റ് ചെയ്യും. ദ റോക്ക് പാർട്ടിക്കിൾസ് ലൈക്ക് എ ഗ്രാവൽ, സാൻഡ്, പെബിൾസ് എക്സ്ട്രാ carried by the rub against the rock along the bed and the both sides of the river. This result in the wearing down of സാധാരണയായി റിവർ സൈഡിൽ അല്ലേ റിവർ സൈഡിലും അതേപോലെ തന്നെ ബെഡിലും റിവർ ബെഡിലുമാണ് എന്ത് ചെയ്യുന്നത് ഇറോഷണൽ പ്രോസസ്സും ഡിപ്പോസിഷൻ പ്രോസസ്സും ഉണ്ടാവാറ് റിവേഴ്സിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള അതായത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഇറോഷനെ നമ്മൾ മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്. അതറിയപ്പെടുന്നത് കൊറേഷൻ എന്ന പേരിലാണ്. അത് ആ കൊറേഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നതാണ് നമ്മൾ പറയുന്നത്. അതിനെ ഒന്ന് മനസ്സിലാക്കുക. അതായത് ദ റോക്ക് പാർട്ടിക്കിൾസ് ലൈക്ക് ഗ്രാവൽ, സാൻഡ്, പെബിൾസ് എക്സ്ട്രാ carried out by the river rub against the rock along the bed and both the sides of the river
This result in the wearing down of rocks. Such erosion is known as corrosion. അത് സാധാരണഗതിയിൽ ഈ റിവറിലെ അല്ലേ ഒഴുകി വരുന്ന പിന്നെ ഈ റിവറിലെ റിവർ ബെഡ് എന്ന് പറയുന്ന ഈ ഭാഗമാണ്, ഈ താഴ്ഭാഗം അല്ലേ. സാധാരണ രണ്ട് തരത്തിൽ ഇറോഷനാണ് കാണപ്പെടുന്നത്. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് ഈ അടിഭാഗം എന്ത് ചെയ്യുക, ഇറോഷണൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുക. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, സൈഡ് ഈ റിവർ സൈഡ് എന്ത് ചെയ്യുന്നു, കൊണ്ടുപോവുക, ഇറോഷണൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ സാധാരണയായിട്ട് ഈ രണ്ട് ഭാഗത്തുണ്ടാകുന്നത് ഈ ഇപ്പം പെബിൾസ് ആയാലും അല്ലേ സ്റ്റോൺസ് ഒക്കെ ഈ ജലത്തിൻ്റെ അതായത് റണ്ണിങ് വാട്ടറിൻ്റെ ഭാഗമായിട്ട് ഒഴുകുന്ന സമയത്ത് ഈ രണ്ട് ഭാഗത്ത് ഇടിച്ചുകൊണ്ടാണ് വരിക. അതേപോലെ ഇവിടെയൊക്കെ പോയി തട്ടും. പിന്നെ ഈ സാൻഡ് എന്ത് ചെയ്യുന്നു, വളരെ ഫിനിഷിങ് സാൻഡായി മാറും. അതിൽ ഉരുളം കല്ലുകൾ, മനോഹരമായ കല്ലുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പം അത്തരത്തിലുള്ള ഇറോഷനെ സാധാരണ റിവർ സൈഡിലുള്ള അല്ലെ റിവർ റണ്ണിങ് വാട്ടറിൻ്റെ ഇറോഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, കൊറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറോഷൻ അലോങ് ദ വാലി ഓർ ഇറോഷൻ അലോങ് ദ സൈഡ്സ് ആൻഡ് ഇറോഷൻ അലോങ് ദ ബെഡ്. നെക്സ്റ്റ്, ഫിനിഷിംഗ് സാൻഡ്, പെബിൾസ്. നെക്സ്റ്റ്, the landforms, V-shaped valley, waterfalls, meander, oxbow lakes, floodplains and last delta. ഇത് ഓരോന്നും നമ്മൾ പരിചയപ്പെടാം ചിത്രസഹിതം അല്ലേ. നമ്മൾ സാധാരണയായിട്ട് ഈ അപ്പർ കോസ്റ്റിൽ റിവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇതേപോലെ എന്ത് ചെയ്യും, ചാലുകളുണ്ടാവും വെള്ളത്തിൻ്റെ. അപ്പോൾ ഇങ്ങനെ കുഴിഞ്ഞ് കിടക്കുക വി ഷേപ്പിലുള്ള. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഈ ഇത്തരത്തിലുള്ള ചാലുകൾ കുറേ വർഷങ്ങൾ കഴിയുന്ന സമയം എന്തായിട്ട് മാറും, വി ഷേപ്പ്ഡ് വാലീസായി മാറും. വി ഷേപ്പ്ഡ് വാലീസ് പിക്ചർ. ദ ഡീപ്പനിങ് ഓഫ് റിവേഴ്സ് occurs through intense erosion resulting from an increase in the velocity of water flow. The valleys take a distinct shape or distinct shape as a result of the intensity of erosion along the riverbed. Such valleys are known as V-shaped valleys. അതായത് നദി ഒഴുകുന്ന സമയത്ത് ചാലുകൾ ഉണ്ടാവുന്നു. ഈ ചാലുകൾ കുറേ വർഷങ്ങൾ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ശിലകൾ ഒഴുകിപ്പോയി ലാസ്റ്റ് എന്തായിട്ട് മാറും, ഇത്തരത്തിലുള്ള V-shaped valleys ആയിട്ട് മാറും. V-shaped valleys. Deepening rivers occurs through intense erosion resulting from an increase the erosion or velocity of water flow. The valleys take a distinct shape as a result of the intensity of erosion along the riverbed. Such valleys are called V-shaped valleys. First landforms, running water first landform, V-shaped valleys. സാധാരണ അല്ലേ നദി ഒഴുകി വരുന്ന സമയത്ത് ഇതേപോലെ ചാലുകളായി രൂപപ്പെടാറുണ്ട്. അപ്പം അത്തരം ചാലുകൾ പിന്നീട് കുറേ വർഷങ്ങൾ കഴിയുന്ന സമയത്ത് എന്തായി മാറാം, വി ആകൃതിയിലുള്ള V-shaped valleys ആയിട്ട് മാറാം. സെക്കൻഡ്, waterfalls are generally formed at a upper course of the river as a result of erosion. അപ്പർ കോസ്റ്റിലാണ് സാധാരണയായിട്ട് എന്തുണ്ടാവാറ്, വാട്ടർഫാൾസ് ഉണ്ടാവാറ്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കാം അല്ലേ. ഫീച്ചേഴ്സ് ഓഫ് വാട്ടർഫാൾസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് വാട്ടർഫാൾ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാറ്. അപ്പോൾ സാധാരണ വാട്ടർഫാൾസ് എങ്ങനെ ഉണ്ടാവും നോക്കാം. സോഫ്റ്റ് റോക്സ് are easily eroded in the valleys where soft and hard rocks are found intermingled. This result in the formation of waterfalls. സാധാരണയായിട്ട് ഈ റോക്സിൽ ഹാർഡ് റോക്സ് ഉണ്ടാവും, സോഫ്റ്റ് റോക്സ് ഉണ്ടാവും അല്ലേ. റണ്ണിങ് വാട്ടർ വെള്ളത്തിന് ഒഴുകി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നദി പോകുന്ന സമയത്ത് ഈ ഹാർഡ് റോക്സ് അവിടെ നിൽക്കും. മീൻസ് ഹാർഡ് റോക്സിനെ പെട്ടെന്ന് ഇറോഷന് വിധേയമാക്കാൻ പറ്റില്ല. സോഫ്റ്റ് റോക്സ് എന്ത് ചെയ്യും, ഇറോഷന് വിധേയമാവും, എന്നുവെച്ചാൽ ഒഴുകി കൊണ്ടുപോകും അതിനെ.
ഹാർഡ് റോക്സ് അവിടെ തന്നെ നിൽക്കും. അത് കാലക്രമേണ എന്തായിട്ട് മാറാം? വാട്ടർഫാളായിട്ട് മാറാം. ഇതിൽ നമുക്കിപ്പോൾ സാധാരണയായിട്ട് നമുക്ക് ഈ ചിത്രത്തിലുള്ളത് ആതിരപ്പള്ളി വാട്ടർഫാളാണ്. ഇപ്പോൾ ലോകത്തിലെ മനോഹരമായിട്ടുള്ള പല വാട്ടർഫാൾസും ഉണ്ട് അല്ലെ. നായഗ്ര വാട്ടർഫാൾസ് ഉണ്ട്. അതുപോലെ നമുക്കിവിടെ എടുത്താണെങ്കിലോ തുഷാരഗിരി ഉണ്ട്, മീൻമുട്ടി, ഇത്തരം വാട്ടർഫാൾസുകളുണ്ട്. അപ്പോൾ ഈ വാട്ടർഫാൾസ് ഒക്കെ ഉണ്ടാവുന്നത് ഈ സോഫ്റ്റ് റോക്സ് ആർ ഇറോഡഡ്, ഈസിലി ഇറോഡഡ് ഇൻ ദ valleys where soft and hard rocks intermingled. Hard rocks are found in intermingled. This result in the formation of waterfalls. അല്ലേ, ഈ ഒരു തരത്തിലാണ്. നെക്സ്റ്റ് സെക്കൻഡ് V-shaped valleys, waterfalls, upper course. നെക്സ്റ്റ് മിയാണ്ടർ. മിയാണ്ടർ എന്ന് പറയുന്നത് നദി സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നു? ഈ മിഡിൽ സ്റ്റേജിലെത്തുന്ന സമയത്ത് അല്ലെങ്കിൽ മിഡിൽ കോഴ്സിലെത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നദി സാധാരണയായിട്ട് എന്തെങ്ങനെയാണ് പോവാറ്? വളഞ്ഞു പോകാറ്. അപ്പം അത്തരം സ്ഥലങ്ങളിൽ എന്തുണ്ടാവും? വേറെ തരത്തിലുള്ള ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് മിയാണ്ടർ എന്ന് പറയുന്നത്. ദ റേറ്റ് ഓഫ് ഇറോഷൻ along the river bed decreases as the river leaves the upper course. The river flowing through comparatively gentle slopes take a deviations of the sediments or rock forms, create obstruction to the flow. Such bending course of a river are called sinuous curves formed along the river course are called meander. അപ്പോൾ ഇതേപോലുള്ള കർവുകൾ രൂപപ്പെടുന്നു. അപ്പം ഇത്തരം കർവുകളെയാണ് എന്ത് പേര് പറയുന്നത്? മിയാണ്ടറുകൾ എന്ന് പറയുന്നത് അല്ലേ. എന്ത് ചെയ്യുന്നു? നദി സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കുന്ന സമയത്ത്, മിഡിൽ കോഴ്സിലൂടെ പോകുന്ന സമയത്ത്, കുറേ അങ്ങനത്തെ സമയത്ത് സെഡിമെന്റ്സും ഡിപ്പോസിഷൻ പ്രോസസ്സും ഇറോഷണൽ പ്രോസസ്സും സെഡിമെന്റ്സും ഒക്കെ ആക്റ്റീവ് ആവും. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? നദി വളഞ്ഞു വീഴും. അപ്പോൾ ഇത്രയുള്ള കർവുകളെ, വളവുകളെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ മിയാണ്ടർ എന്ന് വിളിക്കുന്നത്. മിയാണ്ടേഴ്സ് ആർ usually formed in the middle in the lower course of a river. Meander. Second, meander. The next, oxbow lakes. The meanders through further erosional depositional process. Oxbow lakes are formed. Meanders may further curve through continuous erosional and depositional process. Finally, the river takes a straight course. Due to depositional, the curve may get detached from the main river from isolated water bodies are called oxbow lakes. സാധാരണയായിട്ട് റിവർ meander, river straight goes, isolated water bodies formed is known as oxbow lakes. അതായത് സാധാരണ രീതിയിൽ ഈ മിയാണ്ടറുകൾ എന്ത് ചെയ്യുന്നു? വളഞ്ഞു ഒഴുകുന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് ഈ വളവുകൾ എന്ത് ചെയ്യുന്നു? ഇറോഷണൽ ഡിപ്പോസിഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് റിവർ സ്ട്രെയിറ്റ് ആയിട്ട് ഒഴുകും. ഇത് സബ്ബായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു വാട്ടർ ബോഡീസ് ആയിട്ട് നിൽക്കുന്നു. അത്തരം വാട്ടർ ബോഡീസ് ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഓക്സ്ബോ ലേക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മിയാണ്ടേഴ്സ് മേ ഫർദർ കർവ് ത്രൂ കണ്ടിന്യൂസ് ഇറോഷണൽ ആൻഡ് ഡിപ്പോസിഷൻ. ഫൈനലി ദ റിവർ ടേക്സ് എ സ്ട്രെയിറ്റ് കോഴ്സ്. Due to the depositional, the curves may get detached from main river from isolated water bodies. Such water bodies are called oxbow lakes. ഒരു മിയാണ്ടറും ഓക്സ്ബോ ലേക്സും അല്ലേ. ഓക്സ്ബോ ലേക്സ് ഉണ്ടാവുന്നതിൻ്റെ ഒരു പിക്ചർ നമുക്ക് ഫിഗർ 4.10. ഡിപ്പോസിഷണൽ ഇറോഷണൽ പ്രോസസ്, ഇറോഷണൽ ആക്റ്റീവ് സെപ്പറേറ്റ് ഫ്രം ഐസൊലേറ്റഡ് വാട്ടർ ബോഡീസ്
main river straight curve. Finally, the river takes a straight line. Due to the deposition, the curve may detach from the main river from isolated water bodies. Such water bodies are called oxbow lakes. Next, oxbow lakes in the picture കൂടെ ഉണ്ട് ഇവിടെ. ഓക്സ്ബോ ലേക്സ് ഒറിജിനൽ ഓക്സ്ബോ ലേക്സ് ആയിട്ട് മാറിയ ഒരു പിക്ചർ ഇവിടെ ഉണ്ട്. അപ്പോൾ സാധാരണയായിട്ട് മിഡിൽ കോസ്റ്റിൽ മിയാൻഡറും ഓക്സ്ബോ ലേക്സും കാണാം. നെക്സ്റ്റ്, ഫിഫ്ത്ത്, ഫ്ലഡ് പ്ലെയിൻസ്. ഫ്ലഡ് പ്ലെയിൻസ് കോസ്, ലോവർ കോസ്, അതായത് റിവറിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടിൽ ഉണ്ടാവുന്നതാണ് ഇത് ലോവർ കോസ്. ഫ്ലഡ് വാട്ടർ അല്ലേ, നമുക്കിപ്പോൾ കുറഞ്ഞ വർഷങ്ങളായില്ലേ, 2-3 വർഷങ്ങളായിട്ട് ഈ ഫ്ലഡിൻ്റെ ഒരു ഭീഷണിയുണ്ട് മൺസൂൺ സീസണിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ ഫ്ലഡ് പ്ലെയിൻസ് ഉണ്ടാവുന്നത്? നോർത്ത് ഇന്ത്യയിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ, ആസാം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഫ്ലഡ് ഉണ്ടാവുന്ന സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പം അത്തരം സ്ഥലങ്ങളിലും അതേപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൽ, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻസിൽ അവിടേക്ക് ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫ്ലഡ് ഉണ്ടാവാറുണ്ട്. The Ganga plains, the most extensive portion of this which occupies 3 main divisions: the Indus plain, the Ganga plain, the Brahmaputra plains, 3 major most important plains in India. Flood water may over extensive areas on both sides of the river. The deposition of alluvium soil along both the flooded banks may cause the formation of plains. Such plains are called flood plains. നദി കരകവിഞ്ഞൊഴുകും. ആ കരകവിഞ്ഞൊഴുകുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, അവിടെ 2 വശങ്ങളിലും നദീ തീരത്തോട് ചേർന്നിട്ട് അലൂവിയം ഡിപ്പോസിഷൻ ഉണ്ടാവും, അലൂവിയം സോയിൽ ഡിപ്പോസിഷൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന പ്ലെയിൻസിനാണ് എന്ത് പേര് പറയുന്നത്, ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഫ്ലഡ് പ്ലെയിൻസ് എക്സാമ്പിൾ ഗംഗ പ്ലെയിൻസ്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. May of this famous civilization, Indus Valley civilization, Chinese civilization, other most important Egyptian civilization, along such a flood plains. Next, last landforms, running water landforms, delta, sixth landform, delta. Most rivers branch out to the distributaries at this stage where the volume of water sediments are high. The sediments brought by the river are deposited between 3 distributaries, forming almost a triangular shaped landforms are called delta. സാധാരണയായിട്ട് ഈ റിവേഴ്സ് പിന്നെ റിവർ മൗത്തിലേക്ക് എത്തുമ്പോൾ ഡിപ്പോസിറ്റ് ചെയ്യും പലതും, അവിടെ ഇവിടെയൊക്കെ സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ റിവേഴ്സ് എന്ത് ചെയ്യും, പല ഭാഗത്തൂടെ ഒഴുകും. പല ഡിസ്ട്രിബ്യൂട്ടറീസ് ആയിട്ടാണ് റിവർ മൗത്തിൻ്റെ ഭാഗത്തെത്തുമ്പോൾ അവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ചെറിയ ഐലൻഡൊക്കെ ഫോം ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുന്നു, റിവർ സ്റ്റോപ്പ് ചെയ്യുക. ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ടറീസ് ആയിട്ടാണ്. ഡിസ്ട്രിബ്യൂട്ടറീസ് മീൻസ് കൈവഴികളായിട്ട് നദിയിലേക്ക് ഒഴുകുന്നു. ട്രിബ്യൂട്ടറീസ് എന്ന് വെച്ചാൽ നമ്മുടെ പോഷക നദികളാണ് അല്ലേ. ട്രിബ്യൂട്ടറീസ് ഒരു റിവേഴ്സിനെ വെള്ളത്താൽ സമ്പുഷ്ടമാക്കുന്ന നമ്മുടെ ട്രിബ്യൂട്ടറീസും. ഈ ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് വെച്ചാൽ ഈ വാട്ടർ ബോഡീസിലേക്ക് ചെല്ലുന്ന സമയത്ത് നദി എന്ത് ചെയ്യുന്നു, ഇതേപോലെ പല കൈവഴികളിലൂടെ ഒഴുകുന്നു. അത്തരം സ്ഥലത്തൊക്കെ എന്തുണ്ടാവാം, ഡിപ്പോസിഷണൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള സെഡിമെന്റ്സ് ഉണ്ടാവാം. അത് ഡെൽറ്റ ഓർ ട്രയാങ്കുലർ ഷേപ്പ്ഡ് ആണ്. ആ ട്രയാങ്കുലർ ഷേപ്പ്ഡ് ലാൻഡ് ഫോംസിന് പറയുന്ന പേരാണ് എന്ത്, ഡെൽറ്റ. അപ്പം 6 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലാൻഡ് ഫോംസ്: വി ഷേപ്പ്ഡ് വാലീസ് ഫസ്റ്റ്, സെക്കൻഡ് വാട്ടർഫാൾസ്, തേർഡ് മിയാൻഡർ, ഫോർത്ത് ഓക്സ്ബോ ലേക്സ്, and fifth flood plains, and sixth delta. And first 1 2 V-shaped valleys and water bodies, waterfalls, upper course, meander, oxbow lakes, middle course, flood plains and delta.
ലോവർ കോഴ്സ്. ഈ ഒരു തരത്തിലാണ് റണ്ണിങ് വാട്ടറിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലെ ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ലാൻഡ് ഫോംസ്. നെക്സ്റ്റ് നമുക്ക് രണ്ട് തരത്തിൽ റണ്ണിങ് വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ എർത്ത് സർഫേസിന് മുകളിലൂടെ പോകുന്ന റണ്ണിങ് വാട്ടറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഭൂമിക്ക് അടിയിലൂടെ ഒഴുകുന്നുണ്ട് അല്ലേ, ഗ്രൗണ്ട് വാട്ടർ. ആ ഗ്രൗണ്ട് വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ചില പ്രത്യേക സ്ഥലങ്ങളിലെത്തുന്ന സമയത്ത്, അതായത് പ്രത്യേകിച്ചും നമ്മൾ കാണാറ് ലൈംസ്റ്റോൺ റീജിയൻസിലാണ്, ചുണ്ണാമ്പ് കല്ല് പ്രദേശങ്ങളിലാണ്. അത്തരം സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസിനെ കുറിച്ചുകൂടി നമുക്കിന്ന് പഠിക്കാനുണ്ട്. അത്തരം ലാൻഡ് ഫോംസ് ഏതൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ വാട്ടറിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, വാട്ടർ എല്ലായിടത്തും എന്ത് ചെയ്യും, ഒരു സോൾവെൻ്റാണ് അല്ലേ. എന്ന് വെച്ചാൽ എല്ലാം അതിൽ അലിയും, ലയിച്ചു ചേരും. അപ്പോൾ ലയിച്ചു ചേരുന്നതിനെ കൊണ്ട് തന്നെ അതൊരു സൊല്യൂഷൻ കൂടെയാണ് വാട്ടർ. യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത്. എല്ലാം മിക്ക സാധനങ്ങളും അലിയിച്ച് അതിലെ ഘടക ഫാക്ടേഴ്സിനെ അലിയിച്ച് ചേരുന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ അണ്ടർഗ്രൗണ്ട് വാട്ടർ ലാൻഡ് ഫോംസിനെ കുറിച്ച് നമുക്ക് നോക്കാം. മോസ്റ്റ് ഓഫ് ദി മിനറൽസ് പ്രസന്റ് ഇൻ ദ റോക്സ് ഗെറ്റ് dissolved as water pass through them. This process is called solution. Erosion by underground water and the subsequent formation of landforms are result of solution. ഇപ്പോൾ സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് അണ്ടർഗ്രൗണ്ട് വാട്ടറിലെ ലാൻഡ് ഫോംസിനെ ഈ സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊരു തെളിയാത്ത ചിത്രമുണ്ട് അല്ലേ, അതിൽ റെയിൻ വാട്ടർ ഉണ്ടാവുന്നു. റെയിൻ വാട്ടർ അതായത് മഴ പെയ്യുന്ന സമയത്ത് ചെറിയ സുഷിരങ്ങളിലൂടെ അല്ലേ എന്ത് ചെയ്യുന്നു, വെള്ളം താഴോട്ടിറങ്ങുന്നു. അങ്ങനെ താഴോട്ടിറങ്ങുന്ന വെള്ളം എന്ത് ചെയ്യുന്നു, ന്യൂ ലാൻഡ് ഫോംസ്. അണ്ടർഗ്രൗണ്ട് വാട്ടറിലെ ഈ ലൈംസ്റ്റോണിൽ 3 ലാൻഡ് ഫോംസ് ഉണ്ടാക്കുന്നുണ്ട്. 3 ലാൻഡ് ഫോംസ്. ആ 3 ലാൻഡ് ഫോംസിനെ കുറിച്ചാണ് നമുക്കിനി പറയാനുള്ളത്. റോക്സ് ലൈക്ക് ലൈംസ്റ്റോൺ ഈസിലി ഡിസോൾവ് റെയിൻ വാട്ടർ സച്ച് percolates from the underground water. The erosional and depositional landforms underground water are mainly confined to the limestone region. സാധാരണ ലൈംസ്റ്റോൺ റീജിയനിലാണ് അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ ലാൻഡ് ഫോംസ് കാണപ്പെടാറ്. Such landform features are generally called karst topography. അപ്പോൾ സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ലൈംസ്റ്റോൺ ലാൻഡ് ഫോംസിനെ നമ്മൾ വിളിക്കുന്ന, അത്തരം സ്ഥലങ്ങളെ വിളിക്കുന്ന പേര് കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന പേരില്ല. കാസ്റ്റ് ടോപ്പോഗ്രഫി. നെക്സ്റ്റ് കാസ്റ്റ് ടോപ്പോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള 2 ലാൻഡ് ഫോംസ്. നമുക്ക് 3 നെയിംസാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് കാസ്റ്റ് ടോപ്പോഗ്രഫി, സെക്കൻഡ് സ്റ്റാലക്ടൈറ്റ് ആൻഡ് സ്റ്റാലക്മൈറ്റ്. 2 ഡിഫറെൻ്റ് ലാൻഡ് ഫോംസ്. സാധാരണ നോക്കാം, നമുക്ക് ചിത്രം നോക്കാം. സ്റ്റാലക്ടൈറ്റ്സ്, സ്റ്റാലക്മൈറ്റ്സ്. ഈ മുകളിൽ നിന്ന് താഴോട്ട്, അതായത് ഇതിലൂടെയൊക്കെ വെള്ളം നമ്മുടെ സൊല്യൂഷൻ അല്ലെ വാട്ടർ ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഈ ലൈംസ്റ്റോൺ ഇങ്ങനെ തൂങ്ങി നിൽക്കും ഇല്ലേ. കുറേ ഇപ്പോൾ ഹാർഡായിട്ടുള്ള ലൈംസ്റ്റോൺ ഇവിടെ തൂങ്ങി ഇങ്ങനെ കിടക്കും, മുകളിൽ നിൽക്കും. അതേപോലെ തന്നെ മുകളിൽ താഴോട്ട് ഇങ്ങനെ വന്ന് വീഴുന്നതൊക്കെ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ പുതിയ സ്റ്റാലക്മൈറ്റ്സ് ആയിട്ട് മാറും. പിന്നെ ഇതേപോലെ ലൈംസ്റ്റോൺ പില്ലേഴ്സും ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ 3 ലാൻഡ് ഫോംസ് ആണ്: സ്റ്റാലക്ടൈറ്റ്സ്, ലൈംസ്റ്റോൺ പില്ലേഴ്സ്, സ്റ്റാലക്മൈറ്റ്സ്. ഇപ്പോൾ സ്റ്റാലക്ടൈറ്റ്, സ്റ്റാലക്മൈറ്റ്സ്, ലൈംസ്റ്റോൺ പില്ലേഴ്സ് ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നതാണ് നമ്മളിനി നോക്കുന്നത്. ദ വാട്ടർ വിത്ത് ഡിസോൾവ്ഡ് ലൈംസ്റ്റോൺ ഇൻ ദ അണ്ടർഗ്രൗണ്ട് വാട്ടർ സച്ച് കേവ്സ്. A portion of this mixture remains on the roof of the caves itself. This deposits of the lime grows upside down is called stalactites. Stalactites എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനുള്ളിലൂടെയൊക്കെ വെള്ളം കടന്നു വരുന്നു. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് എന്ത് ചെയ്യുന്നു, ഹാർഡ് റോക്സ് അല്ലേ, ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ കാണപ്പെടുന്ന മുകളിൽ താഴോട്ട് കാണപ്പെടുന്ന, അങ്ങനെ തങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ താഴോട്ട് ഇങ്ങനെ ലൈംസ്റ്റോൺ വെള്ളം വരുന്നതിൻ്റെ ഭാഗമായിട്ട് താഴോട്ട് ഇങ്ങനെ വീഴും. അപ്പോൾ മുകളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതിന് പറയുന്ന പേരാണെന്ത്, അത്തരത്തിൽ ലൈംസ്റ്റോൺ പറയുന്ന പേരാണെന്ത്, സ്റ്റാലക്ടൈറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാലക്മൈറ്റ്സ്. ദ ഡിപ്പോസിറ്റ് ഓഫ് ദി ലൈം on the floor
of the caves along the globes upwards the result of deposition. മുകളിൽ പിന്നെ താഴോട്ട് വരുന്ന ഡിപ്പോസിഷൻ അല്ലെ, അത് പിന്നെയും വളരും. മെഴുകുതിരിയൊക്കെ കത്തിയിട്ട് എന്ത് ചെയ്യും, മുകളിലോട്ട് പിന്നെ വളരുന്നു പറഞ്ഞു തോന്നില്ലേ, അതേപോലെ എന്ത് ചെയ്യുന്നു, ഇതേപോലെ മുകളിലോട്ട് വളരുന്നു. സച്ച് landforms are called stalagmites. These are called stalagmites. Stalagmites and stalactites do merge together with two from pillars, limestone pillars. Stalactites, stalagmites, മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വന്ന് വീഴുന്നതിനെ ഇതാണ് സ്റ്റാലക്ടൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് എന്ത്, സ്റ്റാലഗ്മൈറ്റ്സ്, താഴെ മുകളിലോട്ട് വളരുന്നത്. അപ്പം വളരാനുള്ള കാരണം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ഭൂമിൻ്റെ എർത്ത് സർഫേസിൻ്റെ താഴോട്ട് ചെറിയ സുഷിരങ്ങളിലൂടെ വെള്ളം താഴോട്ടിറങ്ങും. അത്തരം സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ വെള്ളം കുറയാൻ കൊണ്ടുപോകും. ലൈംസ്റ്റോൺ കുറേ വെള്ളം പിന്നെ നമ്മുടെ വാട്ടർ അങ്ങ് കൊണ്ടുപോകും. ബാക്കി നിൽക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, ഇതേപോലുള്ള സ്റ്റാലക്ടൈറ്റുകളും സ്റ്റാലഗ്മൈറ്റുകളും ലൈംസ്റ്റോൺ പില്ലേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത്. ഇറോഷണൽ ആൻഡ് ഡിപ്പോസിഷണൽ പ്രോസസ്സ് അവിടെ നടക്കുന്നത്. ഇവിടെ ഇറോഷണൽ, ഫസ്റ്റ് സ്റ്റാലക്ടൈറ്റ്സ് ഇറോഷണൽ പ്രോസസ് ആൻഡ് സ്റ്റാലഗ്മൈറ്റ് ഡിപ്പോസിഷണൽ പ്രോസസ്. ലൈംസ്റ്റോൺ പില്ലേഴ്സ് കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ഇറോഷണൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് സ്റ്റാലക്ടൈറ്റ്സ്, ഡിപ്പോസിഷണൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് സ്റ്റാലഗ്മൈറ്റ്സ്. Stalagmites and stalactites do merge together with limestone pillars. The Bora Caves near Visakhapatnam in Andhra Pradesh is an example for limestone caves. Limestone caves in example എന്ന് പറയുന്നത് ബോറ കേവ്സ് ആണ്. ആന്ധ്രാപ്രദേശിലെ ബോറ കേവ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ. ഇപ്പോൾ റണ്ണിങ് വാട്ടറിൻ്റെ ലാൻഡ് ഫോംസ് ആണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. വി ഷേപ്ഡ് വാലി, waterfalls, meander, oxbow lakes, floodplains, delta, stalactites, stalagmites and limestone pillars. Limestone pillars. അപ്പോൾ ഈ ലൈംസ്റ്റോൺ പില്ലേഴ്സും അത് മീൻസ് ലൈംസ്റ്റോൺ റീജിയൻസിന് പറയുന്ന അത്തരം ടോപ്പോഗ്രഫിക്ക് പറയുന്ന പേരാണ് കാസ്റ്റ് ടോപ്പോഗ്രഫി. പിന്നെ സാധാരണയായിട്ട് ഈ ലൈംസ്റ്റോൺ ഏരിയയിൽ പിന്നെ ഈ വാട്ടർ കടന്നു പോകുന്നു. അപ്പം മുകളും താഴോട്ടല്ലേ വളരുന്ന അതേ മുകളും താഴോട്ട് വളരുന്ന ലൈംസ്റ്റോണിനാണ് എന്ത് പേര് പറയുന്നത്, സ്റ്റാലക്ടൈറ്റ്സ് എന്ന് പറയുന്നത്. താഴെ മുകളിലോട്ട് വളരുന്നതിനെ, അതായത് മുകളും താഴോട്ട് ഉറ്റി വീഴുന്നത് മുകളിലോട്ട് വളരുന്നതാണ് എന്ത് പേര് പറയുന്നത്, സ്റ്റാലഗ്മൈറ്റ്സ് എന്ന് പറയുന്നത്. അത്തരം ടോപ്പോഗ്രഫിക്ക് പറയുന്ന പേരാണ് എന്ത്, കാസ്റ്റ് ടോപ്പോഗ്രഫി. അപ്പം ഇത്രയും, അതായത് നമ്മളിപ്പോൾ ഏകദേശം റണ്ണിങ് വാട്ടറിൻ്റെ അവസാനം, റണ്ണിങ് വാട്ടർ മീൻസ് റണ്ണിങ് വാട്ടർ, അണ്ടർഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ ഇത്രയും അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ ഭാഗം വരെ നമ്മൾ ചേർന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, വളരെ വിശദമായിട്ട് പഠിക്കാം. ഇതിൽ നമുക്കിനിയിപ്പം സീ വേവ്സ്, അതേപോലെ തന്നെ വിൻഡ്, ഗ്ലാസിയേഴ്സ്, ഇതിൻ്റെ ലാൻഡ് ഫോംസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചിത്രങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കുറേ പിക്ചേഴ്സ് ഉണ്ട് ഓരോന്നിൻ്റെയും. ആ പിക്ചേഴ്സൊക്കെ ഒന്ന് നോക്കുക. ചിലതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം.